ഹായ് എവ്രി വൺ, വെൽക്കം ടു എൻട്രി ഇംഗ്ലീഷ്. നമുക്കിനി ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ പഠിക്കാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് പലപ്പോഴും ഓൺലൈൻ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കേണ്ടി വരാറുണ്ട്. ഇന്ന് നമ്മൾ ഓൺലൈൻ മീറ്റിങ്ങിൽ ഉപയോഗിക്കാവുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ്, റിക്വസ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ലേൺ സം ഇംഗ്ലീഷ് ഫ്രേസസ് ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ ഓൺലൈൻ മീറ്റിംഗ്സ്. സോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ട് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ വോയിസ് അപ്പുറത്തേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഇതെങ്ങനെ ചോദിക്കാം? ഞാൻ പറയുന്നത് വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയാണല്ലോ ചോദിക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ എവ്രി വൺ ഹിയർ മീ ക്ലിയർലി? ക്യാൻ എവ്രി വൺ ഹിയർ മീ ക്ലിയർലി? ക്യാൻ എവ്രി വൺ ഹിയർ മീ ക്ലിയർലി? എനിക്ക് ഞാൻ പറയുന്നതൊക്കെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ. ഇനി നമുക്ക് മറ്റുള്ളവർ ജോയിൻ ചെയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നെങ്ങനെ പറയാം അല്ലേ. എല്ലാവരും 5 മണിക്ക് മീറ്റിംഗ് വെക്കുകയെന്ന് വിചാരിക്കുക. 5 മണിക്ക് തന്നെ ജോയിൻ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് ബാക്കിയുള്ളവരെ അറിയിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് തുടങ്ങിയോ എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമുക്കത് ആദ്യം പറയാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ഫോർ അതേഴ്സ് ടു ജോയിൻ. ലെറ്റ്സ് വെയിറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ഫോർ അതേഴ്സ് ടു ജോയിൻ. ഇനി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ മൈക്കൊക്കെ ഓണാക്കിയിരുന്നാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അവർക്ക് പോലും അറിയാതെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരാറുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് പറയേണ്ടി വരാറുണ്ട്, സംസാരിക്കാത്ത സമയത്ത് മൈക്കൊന്ന് ഓഫ് ആക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് ഈ രീതിയിൽ ചോദിക്കാം. ക്യാൻ യു പ്ലീസ് മ്യൂട്ട് യുവർ മൈക്രോഫോൺ വെൻ യു ആർ നോട്ട് സ്പീക്കിംഗ്? ക്യാൻ യു പ്ലീസ് മ്യൂട്ട് യുവർ മൈക്രോഫോൺ വെൻ യു ആർ നോട്ട് സ്പീക്കിംഗ്? ഇനി ഡോക്യുമെൻറ്റ്സ് കാണിക്കാനായി സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അതായത് നമ്മളൊന്ന് ആരെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാണ് ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് ആ റിപ്പോർട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ, അതായത് കാണിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കതെങ്ങനെ ചോദിക്കാം? കുഡ് യു ഷെയർ യുവർ സ്ക്രീൻ ടു ഷോ അസ് ദ ഡോക്യുമെൻറ്റ്? കുഡ് യു ഷെയർ യുവർ സ്ക്രീൻ ടു ഷോ യുവർ ഡോക്യുമെൻറ്റ്? ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വല്ലതുണ്ടെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ എടുക്കുന്ന ടീച്ചേഴ്സിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ആവശ്യം വരാറ്. കാരണം കുട്ടികളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വളരെ ഒരു മെസ്സാവും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മൈക്ക് ഓൺ ആക്കും, ഒരു ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. എങ്ങനെ ചോദിക്കാം? പ്ലീസ് ടൈപ്പ് യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. പ്ലീസ് ടൈപ്പ് യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഇനി നമ്മൾ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മീറ്റിങ്ങിന് ഒരു അജണ്ട ഉണ്ടാവും. ആ അജണ്ട നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി പറയണം. ഇന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം പറയണം. അതെങ്ങനെ പറയാം? ക്യാൻ വി ഗോ ഓവർ ദി അജണ്ട ഓഫ് ടുഡേയ്സ് മീറ്റിംഗ്? ക്യാൻ വി ഗോ ഓവർ ദ അജണ്ട ഓഫ് ടുഡേയ്സ് മീറ്റിംഗ്? ഇനി നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് എന്തൊക്കെയോ പ്രോഗ്രാംസോ അല്ലെങ്കിൽ തട്ടലോ മുട്ടലോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അത് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ വരാറില്ലേ? ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയാണ്ട്, അത് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചോദിക്കാറുണ്ട്. അതെങ്ങനെ ചോദിക്കാം? ഐ അപ്പോളജൈസ് ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഐ അപ്പോളജൈസ് ഫോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ഇനി നമുക്ക് എല്ലാവരും ഈ പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർ ആൾക്കാർ, അപ്പോൾ ഓൺലൈൻ എടുക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ആവശ്യം വരാറുണ്ട് അല്ലേ. ആദ്യത്തെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടാമെന്ന് പറയാറുണ്ട്. അതെങ്ങനെ പറയാം? ലെറ്റ്സ് ഡു എ ക്വിക്ക് റൗണ്ട് ഓഫ് ഇൻട്രൊഡക്ഷൻസ്. ലെറ്റ്സ് ഡു എ ക്വിക്ക് റൗണ്ട് ഓഫ് ഇൻട്രൊഡക്ഷൻസ്. ഇനി നമ്മൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അതിൽ കുറച്ച് ആക്ഷൻ പ്ലാൻസ് ഒക്കെ എടുത്തു. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എടുത്തു. അപ്പോൾ അതിനൊരു ഫോളോ അപ്പ് മീറ്റിംഗ് നടത്തണ്ടേ? അതെങ്ങനെ ചോദിക്കാം? Can we schedule a follow-up meeting? Can we schedule a follow-up meeting? ഇനി നമ്മൾ ഒരു കാര്യം പറയാണ്. അപ്പോൾ മീറ്റിങ്ങിൽ ഒരാൾ അതിൻ്റെ ഒരു സജഷൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നന്ദി പറയണ്ടേ? നമുക്ക് നിങ്ങൾ നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്, അത് നന്ദി പറയണ്ട. അത് വളരെ ഒഫീഷ്യലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻപുട്ട്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻപുട്ട്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻപുട്ട്. ഇനി നമുക്ക് ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, റെലവൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി അല്ലാത്തൊരു വിഷയത്തെ പറ്റി സംസാരിക്കണം. അപ്പോൾ നമുക്ക് പൊളൈറ്റായിട്ട് പറയേണ്ടതുണ്ട്, നമുക്ക് ആ വിഷയത്തെ പറ്റി പിന്നെ സംസാരിക്കാമെന്ന്. എങ്ങനെ പറയാം? ലെറ്റ്സ് സർക്കിൾ ബാക്ക് ദാറ്റ് പോയിന്റ് ലേറ്റർ. ലെറ്റ്സ് സർക്കിൾ ബാക്ക് ദാറ്റ് പോയിന്റ് ലേറ്റർ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഒരു ടോപ്പിക് പറഞ്ഞു. ഓക്കെ, ആ ടോപ്പിക് പറയുമ്പോൾ നമ്മൾ ഒന്ന് വിശദീകരിക്കാമോ അല്ലെങ്കിൽ ഒന്ന് വിവരിക്കാമോ എന്നൊക്കെ ചോദിക്കാറില്ലേ? അതെങ്ങനെ ചോദിക്കാം? ക്യാൻ യു എലാബറേറ്റ് ഓൺ ദാറ്റ് ഐഡിയ? ക്യാൻ യു എലാബറേറ്റ് ഓൺ ദാറ്റ് ഐഡിയ? നെക്സ്റ്റ്
നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം സൗണ്ട് പോകാറുണ്ട് അല്ലേ? അപ്പോൾ സൗണ്ട് പോകുമ്പോൾ പിന്നീട് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറില്ല, ആള് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ക്ലാരിറ്റിയോടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. അപ്പോൾ നമ്മൾ പറയണം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സൗണ്ട് പോയിട്ട് ഞങ്ങൾക്കൊന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയണം. ഇതിന് പറയുന്ന ഫ്രേസാണ് സോറി ഐ തിങ്ക് വി ലോസ് യു ഫോർ എ മൊമെൻറ്റ്. സോറി ഐ തിങ്ക് വി ലോസ് യു ഫോർ എ മൊമെൻറ്റ്. ഇനി നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവർക്കും മിനിറ്റ്സ് അയക്കാം. എന്താണ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ മീറ്റിങ്ങിലെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ റിപ്പോർട്ട് തന്നെയാണ് മിനിറ്റ്സ് എന്ന് പറയാം. നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാനൊരു മിനിറ്റ്സ് സെൻഡ് ചെയ്യാം എന്നെങ്ങനെ പറയാം? ഐ സെൻഡ് ദ മീറ്റിംഗ് മിനിറ്റ്സ് ആഫ്റ്റർ വി ഫിനിഷ്. നമ്മുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കാറില്ല, ആർക്കെങ്കിലും സംശയങ്ങളോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കാം? Does anyone have any final comments or questions? Does anyone have any final comments or questions? അപ്പോൾ ഇനി ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതേ കാര്യങ്ങളിൽ പകുതിയും തന്നെയാണ് നിങ്ങൾ ഓഫ്ലൈൻ മീറ്റിങ്ങിലും നിങ്ങൾക്ക് ചോദിക്കേണ്ടിയും പറയേണ്ടിയും ഒക്കെ വരാം. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ടോപ്പിക് എടുത്ത് ഒരു മീറ്റിംഗ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. യൂസ് ഓൾ ദ ഫ്രേസസ് ദാറ്റ് വി ഹാവ് ലേൺ ടുഡേ. ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. ബൈ ഹാർട്ട് ഓൾ ദ സെൻറ്റൻസസ്. വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യുന്നിടത്തോളം നിങ്ങളുടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള സ്കിൽസ് കൂടി വരും. സോ ഇതേപോലെ ഇഷ്ടത്തോടുകൂടി വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ജോയിൻ അവർ കോഴ്സ് ആൻഡ് ദ നമ്പർ ഇസ് ഗിവൺ ബിലോ.